ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ വാഗമണിലെ രണ്ടാമത്തെ ദിവസമാണല്ലേ അമ്മ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ? ഇഷ്ടായോ? അപ്പൊ നമ്മളിപ്പോ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മള് വേറൊരു റിസോർട്ടിലേക്കാണ് പോണത്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അവിടെ പോയിട്ട് കാണാം എങ്ങനെയുണ്ട് ആ റിസോർട്ടിൽ നിന്നൊക്കെ അല്ലേ. ആംബ്രൂടി ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ഈ റിസോർട്ടിലേക്ക് വരുന്ന വഴി കുറച്ച് എന്താ പറയാ, കുണ്ടും കുഴിയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഫോൺ ഇങ്ങനെ ആവും. അപ്പൊ നമുക്ക് ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. വാങ്ങിച്ച ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നും ഫുഡ് വാങ്ങിക്കണത്. അപ്പോൾ ഫുഡ് വാങ്ങിച്ച് നമ്മൾ റിസോർട്ടിൽ പോയിട്ടാണ് കഴിക്കുക. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ കഴിക്കാൻ വേണ്ടി വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിച്ചതൊക്കെ വെറുതെ ഇരുന്ന് കഴിച്ചിട്ടും അതുപോലെ ചായയുടെ ഒക്കെ കൂടെ കഴിച്ചിട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ചിക്കൻ റോള് കണ്ടപ്പോൾ അത് വാങ്ങിക്കാൻ വിചാരിച്ചു കേട്ടോ, ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഇതാ ഞങ്ങൾ തിരിച്ച് വീണ്ടും കാറിലേക്ക് പോവാണ് കേട്ടോ. രസം ഉണ്ടാവും വിചാരിച്ച് വാങ്ങിച്ചതാ ഗൈസ്. പക്ഷെ ഇന്നലത്തെ ഒന്നുമില്ല സാപ്പി, അല്ല തണുത്തിട്ടാവും ചെലപ്പോ. ഇങ്ങനെ കോടുള്ള സമയത്ത് ചൂടിൽ വെച്ച തണുക്കില്ലേ, അതായിരിക്കാം. ഇന്നലത്തെ ഒന്നും വെക്കില്ലേ തോന്നണൂല്ലേ. നമ്മള് മൊട്ടക്കുന്ന് കാണാൻ വേണ്ടി പോവാണ് കേട്ടാ. ഇപ്പൊ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുമെന്നറിയില്ല, മഴക്കാറൊക്കെ ഉണ്ട്. എന്തായാലും അപ്പൊ ഇനി മൊട്ടക്കുന്നിലേക്ക് നടക്കാം. ആംബ്രോ കാറിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഇറങ്ങിയപ്പോൾ മൂപ്പരാൾ പെട്ടെന്ന് നീറ്റതാണ്. കാർ അവിടെ ഇട്ടിട്ട് വരാൻ സമാധാനം ഇല്ല കേട്ടോ. നമ്മൾ ഈ ഒരു വണ്ടിയുടെ ബാക്കിലാണ് കാർ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് കാറിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് ഇങ്ങനെ കാണിക്കണം കേട്ടോ. ഒട്ടും സമാധാനം ഇല്ല മൂപ്പരാൾക്ക് കാർ അവിടെ ഇട്ടിട്ട് വരാൻ. അങ്ങനെ ഒരുവിധം പറഞ്ഞ് പിടിച്ച് വലിച്ചിട്ട് ഇതാ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ നടന്ന് വരുന്നിടത്തൊക്കെ കുറേ കടകളൊക്കെ ഉണ്ട് ഫ്രണ്ടിലേക്ക്. ഈ കടകളൊക്കെ അടച്ചിട്ടേക്കാണ് കേട്ടോ. കണ്ടോ, കുറേ മറ്റേ പട്ടും അതുപോലെ റെയിൻകോട്ട് ഒക്കെ ആയിട്ടുള്ള കുറേ കടകളുണ്ട്. അങ്ങനെ നമ്മളിതാ മൊട്ടക്കുന്നിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. കോടലെങ്കിലും നല്ല കാറ്റ്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കണ്ടോ, നമ്മള് ഈ മൊട്ടക്കുന്നില് പുല്ലുണ്ട് വിചാരിച്ചിട്ടാണ് ഈ മൊട്ടക്കുന്ന് കയറിയത്. പക്ഷെ ഈ മൊട്ടക്കുന്നില് മേലെ മാത്രം പുല്ലില്ല. എങ്ങനെയുണ്ട് മൊട്ടക്കുന്നും? എന്ത് നല്ല കാറ്റ്. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഈ മൊട്ടക്കുന്നിലേക്ക് വരണം, അടിപൊളിയാണ്. കാരണം നല്ല തണവും കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാന്. നമ്മള് വേറൊരു ഇതിലേക്ക് വന്ന പോലെ കേട്ടോ. നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. ടിക്കറ്റിന് എത്ര നിസ്സാര പൈസ ഉള്ളു? എത്രയാണ്? 80 രൂപ. 100 രൂപ. ഞങ്ങൾ 4 പേർക്ക് കിട്ടാ. അപ്പൊ എന്തായാലും നിങ്ങളും ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണണം. മൊട്ടക്കുന്നില് മഴ പെയ്ത് കഴിച്ച് ഞങ്ങള് വേഗം താഴത്തേക്ക് നടക്കുക കേട്ടോ. നമ്മള് കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കിനി വേഗം മൊട്ടക്കുന്നിന്ന് ഇറങ്ങാം. മൊട്ടക്കുന്ന് ഇറങ്ങിയതാ ഇതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഫോൺ എടുത്ത് വെച്ചിട്ട് വേഗം ഓടിയിട്ടാ. പിന്നെ നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് പോയത്. അങ്ങനെ റിസോർട്ട് എത്തി. വരുന്ന വഴിക്കൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഒന്ന് കുറവായത്. അപ്പോൾ ഇനി നമുക്ക് റിസോർട്ടിലത്തെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ നമ്മുടെ രണ്ടാമത്തെ റിസോർട്ടിലേക്ക് എത്തിയിട്ട് ഇത് അടിപൊളിയല്ലമ്മ. കാരണം ഈ ഒരു വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും കൂടി കൂടുതൽ സ്ഥലമുണ്ട്. അപ്പോൾ കുട്ടാപ്പ് ഇതാ ഇവിടെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുക. ഇതുപോലത്തെ ഒരു റിസോർട്ട് ഇതാ നേരെ ഫ്രണ്ടിലുണ്ട്. ഒരെണ്ണം കൂടി ഉണ്ട്, 3 എണ്ണമാണ് ഇവിടെ. 3 എണ്ണമാണ് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ മാറി. നമ്മൾ കയറി വരുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ അടിച്ചു പൊളിക്കാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും റിസോർട്ടിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ട് വരും.
ഇതാണ് റിസോർട്ടിലേക്ക് കയറി വരുന്ന വഴി. നല്ല രസമുണ്ടാകുന്നു കേട്ടോ. നമുക്കിവിടെ നടക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യണത്. അപ്പോൾ നേരെ ഫ്രണ്ടിൽ 2 എണ്ണം ഇതുപോലെ ഉണ്ട് കേട്ടോ. അവിടെ എന്തോ ചെറിയ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല വ്യൂ ആണ് നമ്മൾ സ്റ്റേ ചെയ്യണോടത്ത്. നല്ല ഒരു സമാധാനത്തിലിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്ന് കുറേ നേരം പുറത്തത്തെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് അകത്ത് കയറുന്നത്. ഇനി നമുക്ക് അകത്ത് വിശേഷങ്ങൾ കാണാം. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഒരു ഹാളുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ, ഇതൊരു കിച്ചണാണ്. പക്ഷെ നമുക്കവിടെ കുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുക്ക് ചെയ്യാൻ പറ്റണ വേറൊരു കിച്ചൺ ഇതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഒരു റൂം. 2 റൂമാണ്, ഒന്ന് താഴെ ഒന്ന് മേലെ. 2 റൂമും നല്ല വലിയ റൂമാണ് കേട്ടോ. പിന്നെ നമുക്ക് അവിടെയാണ് ബാത്റൂം വരുന്നത്. പിന്നെ ഷെൽഫ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ഒരു ചെറിയ മേക്കപ്പ് അൽമാരി ഉണ്ട്. ഷെൽഫ് നല്ല വലിയ സ്പേസ് ഉള്ള ഷെൽഫ് തന്നെയാണ് കേട്ടോ. നമ്മൾ കൊടുന്നതൊക്കെ അതിൽ വെക്കാൻ പറ്റും. പിന്നെ അവിടെയാണ് നമ്മുടെ വ്യൂ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കർട്ടൻ മാറ്റി വെക്കിയതാണ് കേട്ടോ. താഴത്തെ റൂമിൽ 3 പേർക്ക് കിടക്കാൻ പറ്റിയ പോലത്തെ ബെഡും പിന്നെ ഒരു എക്സ്ട്രാ ബെഡും ഉണ്ട് കേട്ടോ 2 റൂമിൽ. അപ്പം ഇനി നമുക്ക് മേലേക്ക് കയറാം. ഇതാണ് വേറൊരു റൂം. ഇതും നല്ല സ്പേസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. താഴെ കണ്ട പോലെ തന്നെയാണ് മേലെ നമുക്ക് റെഡി ആവാനുള്ള ഒരു അലമാരയും ഷെൽഫും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നൊന്ന് നോക്കിയതാണ്. അപ്പം ഇനി നമുക്ക് ശരിക്കുള്ള വ്യൂ നോക്കാം കേട്ടോ. ഇതേപോലത്തെ ബാൽക്കണിയും വ്യൂവും തന്നെയാണ് കേട്ടോ താഴത്തെ റൂമിലുള്ളത്. അപ്പോൾ നമുക്ക് ആ റൂം വേണം ഈ റൂം വേണം എന്നുള്ള ഒരു വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ വരുന്നത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഫുള്ള് ഇങ്ങനെ മലകളാണ് കേട്ടോ കാണാനുള്ളത്. താഴത്തും അതേ സെയിം തന്നെയാണ്. പിന്നെ അവര് നമുക്ക് ഇവിടെ ബിസ്ക്കറ്റ് അതുപോലെ മഞ്ച് 2-3 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചത്. പിന്നെ ഇതാ നമുക്ക് ചായ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിച്ചതാ ഫുഡ് സാപ്പി കഴിക്കണം കേട്ടോ. സാപ്പി ഉമ്മയും കുട്ടാപ്പും ഒരുമിച്ചാണ് കഴിച്ചത്. ഞാൻ ആ സമയത്ത് ആംബ്രൂവിന് ഫുഡ് കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് ആംബ്രൂ ഇതവിടെ ഡാൻസും പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ TV-യിൽ അവനക്ക് പാട്ട് വെച്ച് കൊടുത്തേക്കാണ്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ആ ഹാളിൽ ഇങ്ങനെ കിടന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. റിമോട്ട് എടുത്തോണെന്ന് മമ്മ വെച്ചരാ പാട്ട് തായോ. താങ്ക് യു. വെച്ചരാട്ടാ. നോക്കട്ടെ മമ്മ നോക്കട്ടെ. വേറൊരു അടുക്കളയും കൂടി ഉണ്ട് കേട്ടോ. അതിന് നമ്മളിങ്ങോട്ട് ഇറങ്ങി വരണം. കണ്ടോ, ഇതാണ് കേട്ടോ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വേറൊരു അടുക്കള. അപ്പം അതാ ഇവിടെ ചായ ഉണ്ടാക്കുകയാണ്. നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ അവർ തരും. പക്ഷേ നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ പാലും അതുപോലെ ബൂസ്റ്റൊക്കെ കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഗൈസ്, എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഇത്രയും കറുപ്പ് കളർ ഞാൻ മസ്കാര ഇട്ടിട്ട് കണ്ണിങ്ങനെ തിരുമ്മി. അതാണ് കേട്ടോ ഇങ്ങനെ കറുപ്പ് കളറുള്ളത്. ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, പക്ഷെ അത് കൺമഷിയുടെ ആണ് അല്ലേ? അല്ല, ഇത് ശരിക്കും മസ്കാരയുടെ. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് ചായ കുടിക്കാം. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ. പാമ്പിന്ന് സാപ്പി ഇങ്ങോട്ടോ പോയിട്ടുണ്ട് നടന്നിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കണ്ട. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഉറങ്ങിയ ഈ ഒരു നേരം കഴിയില്ലേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഹായ്. ഇവിടെ മറ്റേ റിസോർട്ടിനേക്കാളും മഴ കുറവാണ്. പിന്നെ അതുപോലെ കോടയും കുറവാണ് കേട്ടോ. കോട വരും പക്ഷെ അപ്പം തന്നെ പോകും. എപ്പോഴും ഇങ്ങനെ നനഞ്ഞ് എടുക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊക്കെ തോന്നുന്നുണ്ട്. മറ്റേത് ഫുള്ള് തണുപ്പല്ലേ. ഐസായിട്ട് നമുക്ക് പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ തോന്നിയിരുന്നില്ല. അതിൻ്റെ കൈയൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു കേട്ടോ ആ സമയത്ത്. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാനൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. മറ്റേത് നല്ല തണുപ്പും നല്ല കോടയും ഇങ്ങനെ നല്ല മരവിച്ചിരിക്കണം എന്നുള്ളവർ എന്തായാലും ആ റിസോർട്ടിലേക്ക് പോയിക്കോ. കാരണം അവിടെ അമ്മാതിരി തണവും നമ്മുടെ അവിടുത്തെ കാലാവസ്ഥ അതായത് വെളിച്ചം അതായത് സൂര്യനൊക്കെ ഇടക്ക വരുന്നുണ്ട്. അപ്പൊ നല്ല തണുത്ത് മരവിച്ചിരിക്കണം എന്നുള്ളവർക്ക് എന്തായാലും ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത ആ റിസോർട്ട് നല്ലതാണ് കേട്ടോ. കാരണം തണവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മാതിരി തണവാ. പിന്നെ മൊട്ടക്കുന്ന് എങ്ങനെയുണ്ട് ഇപ്പൊ മൊട്ടക്കുന്ന്? ഞങ്ങള് ആ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റിയിട്ടാന്നില്ല. ഞങ്ങള് കാറിൽ എത്തുമ്പോഴത്തേനും നനഞ്ഞ് പിണ്ടി ഗൈസ്. അമ്മാതിരി മഴ. നമുക്ക് ഇങ്ങോട്ട് കയറി നിൽക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
ആംബ്രു സാപ്പി വേഗം ആംബ്രുവിൻ്റെ അടുത്ത് ഓടിയ കാരണം ആംബ്രു അങ്ങനെ നനഞ്ഞില്ല. പക്ഷെ ഞാനും ഉമ്മയും കുട്ടാപ്പും അത്യാവശ്യം നനഞ്ഞു. ഇവരിങ്ങടെ പോയിക്കണമ്മ. സാപ്പി ആംബ്രും കൂടിയിട്ട് അവിടെ പോയി നിൽക്കണ്ടിട്ടാ. നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോയി നോക്കി നോക്കാം. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഫുഡ് നമുക്ക് എത്തിയിട്ടുണ്ട്. ഫ്രൈഡ് റൈസും അതുപോലെ പൊറോട്ടയാണ്. അപ്പം ഇനി നമുക്ക് കഴിക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടണ പോലത്തെ ഫ്രൈഡ് റൈസ് അല്ല കേട്ടോ, ഇവിടെ വേറൊരു തരം ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ ചിക്കൻ കറി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൊറോട്ട ഭയങ്കര ബലമായിരുന്നു. അപ്പം ഞാൻ ഈ ഫ്രൈഡ് റൈസ് തന്നെയാണ് കഴിച്ചത്. അതിനുശേഷം ഇതാ ആംബ്രുവിനെ കുളിപ്പിച്ച് നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആംബ്രു ഇവിടെ നടന്ന് കളിക്കുകയാണ്. ഞങ്ങളെല്ലാവരും സൈഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്രഷായി, ആംബ്രു ഇതാ ഉറങ്ങി. അപ്പം നമ്മൾ വീണ്ടും ഒരു ചായ ഇട്ട് കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല തണുത്ത കാറ്റുണ്ട്, നല്ല രസമുണ്ട് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇപ്പം സമയം 10:45. അപ്പോൾ നമ്മൾ 2 പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചായ ഉണ്ടാക്കാൻ പോവാണ്. ഒരു പാക്കറ്റ് നമ്മൾ നേരത്തെ വെച്ച് കുടിച്ചു. രാവിലെ എന്തായാലും നമുക്കിവിടെ ചായ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ വാങ്ങിച്ച പാല് വേസ്റ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി വന്നിരിക്കണം കേട്ടോ. പിന്നെ നല്ല തണവുമില്ലേ, ആർക്കും അങ്ങനെ ഉറക്കം വരുന്നില്ല. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ചായ ഒക്കെ ഉണ്ടാക്കി വന്നിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതാ ചായ കുടിക്കുകയാണ്. ആംബ്രു താഴത്തെ റൂമിലാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മൾ പതുക്കെ ചായ ഒക്കെ കുടിച്ചിട്ട് കിടക്കാൻ വേണ്ടി പോയിട്ടാണ്. അങ്ങനെ ഞാനൊന്ന് ബാൽക്കണിയിൽ നിന്നിട്ട് വ്യൂ നോക്കിയപ്പോൾ ഇങ്ങനെ ഫുൾ ലൈറ്റുകളാണ് കേട്ടോ കാണാനുള്ളത്. വേറെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നു. കാരണം നേരത്തെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കി കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ ഉപ്പ എന്താണ് ഞങ്ങളുടെ ട്രിപ്പിലില്ല. ഞാൻ ഉപ്പാക്ക് വരാൻ പറ്റിയില്ല, ഉപ്പ കച്ചവടത്തിന് പോയിക്കായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും കൂടിയിട്ട് ഉപ്പയും ഉമ്മയും ഞാനും സാപ്പിയും കുട്ടാപ്പും ആംബ്രും കൂടിയിട്ട് നമ്മൾ വേറൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ഇതാ ആംബ്രു ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ ആംബ്രു നീക്കണതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ നീറ്റ് ബാൽക്കണിയിൽ പോയി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം തന്നെ ആംബ്രു നീറ്റുണ്ടായിരുന്നു. അപ്പോൾ നീറ്റിട്ട് അന്തം വിട്ട് നോക്കുകയാണ്, നമ്മൾ എവിടെയാണെന്നുള്ളൊരു ഇതിൽ. അപ്പോൾ ആംബ്രു നീറ്റ് ആംബ്രുവിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം വീണ്ടും പുറത്തിറങ്ങി നിന്നു കേട്ടോ. കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ് ആവണ പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം അവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി എന്തായാലും ഇന്ന് വീട്ടിൽ പോവും. വീട്ടിലേക്ക് പോണ ആ ഒരു വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വ്ളോഗായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.